Hello guys, welcome to free English coaching classes for CLE examination. ഇപ്പോൾ ക്ലീയുടെയും ക്ലാറ്റിൻ്റെ ഒക്കെ ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ പേരൊക്കെ കോച്ചിങ് ക്ലാസ്സിന് ജോയിൻ ചെയ്ത് കാണും. പക്ഷെ ചിലർക്കൊക്കെ പല കാരണങ്ങളും കൊണ്ട് കോച്ചിങ് ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെയുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ, കോച്ചിങ് ക്ലാസ്സിനൊന്നും പോകാൻ സാഹചര്യം ഇല്ലാത്തവരെ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാത്തവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്രീ ഗൈഡൻസ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഈ സെഷനിൽ എന്ന് പറയുന്നത് ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ ആണ് തരുന്നത്, ഹൗ ടു ക്രാക്ക് ക്ലീ എക്സാംസ്. പിന്നെ ഏതൊരു എക്സാം എഴുതിയാലും, ക്ലീ ആയാലും ക്ലാറ്റ് ആയാലും നെറ്റ് ആയാലും JEE ആയാലും ഏത് എഴുതിയാലും ഒരു പ്ലാനിങ് നമുക്ക് ആവശ്യമാണ്. പ്ലാനിങ് നന്നായ നമുക്ക് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്ന് വിശ്വാസം തനിയെ തന്നെ വരും. അതിനുവേണ്ടി ഞാൻ ചില സ്റ്റെപ്സ് പറയാം. അതായത് നമ്മൾ ഇംഗ്ലീഷ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ, അതായത് ക്ലീയുടെ എക്സാമിന്റെ ഫസ്റ്റ് സെഷൻ 1 to 60 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ കുറേ ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ട്. ആ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്ത് തീർക്കണമെങ്കിൽ ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അത്രയും ദിവസം കൊണ്ട് കവർ ചെയ്ത് തീർക്കണമെങ്കിൽ ഡെയിലി 1 മുതൽ 2 വരെ അവേഴ്സ് ഇംഗ്ലീഷിന് കൊടുക്കണം. ഡെയിലി എന്ന് പറഞ്ഞാൽ വീക്ക് ഡേയ്സ് മാത്രം മതി. മൺഡേ ടു ഫ്രൈഡേ 1 മണിക്കൂർ. ഇപ്പം നിങ്ങൾ ഇംഗ്ലീഷ് ഫാസ്റ്റ് ആയിട്ട് ലേൺ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ 1 അവർ, അല്ലെങ്കിൽ നിങ്ങൾ സ്ലോ ലേണേഴ്സ് ആണ്, ഇംഗ്ലീഷിന് ചിലപ്പോൾ ചിലർക്കൊക്കെ ഡിഫിക്കൽറ്റി ഉണ്ടാവും, അങ്ങനെയുള്ളവർ 2 അവർ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കണം. ഈ സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഒരേ സമയം തന്നെ എടുക്കണം. ഇംഗ്ലീഷ് അവർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടൈം എന്ന് പറഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. ഇപ്പോൾ 7 to 8 ആണെങ്കിൽ 7 to 8 ഡെയിലി, അല്ലെങ്കിൽ ഈവനിങ്ങിൽ 8 to 9 ആണെങ്കിൽ അങ്ങനെ നമ്മൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെ ഒരു ദിവസം സെറ്റ് ചെയ്ത് വെച്ചാൽ വെറുതെ അങ്ങനെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നതിന് സമയം കളഞ്ഞുകൊണ്ടിരിക്കണ്ട. അതേപോലെ ഫോളോ ചെയ്യുകയും വേണം. എന്നാൽ മാത്രമേ ഈ പ്ലാനിങ് സക്സസ്ഫുൾ ആവുകയുള്ളൂ. അടുത്ത നമ്മൾ ഒരു ദിവസം ഒരു 2 അല്ലെങ്കിൽ 3 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്തായാലും ആൻസർ ചെയ്തിരിക്കും. ഇപ്പം 2 ടൈപ്പ് ഓഫ് പഠിക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കുറച്ച് പാർട്ട്, ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ, ഫോർമർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും, അതിന്റെ ഒരു പാർട്ട് ആൻസർ ചെയ്യുക. അതും വിതിൻ ദിസ് 1 to 2 hours. ഇപ്പോൾ 1 hour ആണ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നിൽക്കുന്ന അത്രയും ടൈപ്സ് പഠിച്ചാൽ മതി. പിന്നെ അതിന്റെ എക്സീഡ് ചെയ്ത് പോകണ്ട, ആ സമയം എക്സീഡ് ചെയ്ത് പോകണ്ട ആവശ്യമില്ല. അതിന്റെ ബാക്കി എന്നുള്ളത് അടുത്ത ദിവസം പഠിക്കുക. പിന്നെ ഒരു ദിവസം ഇന്ന് പഠിച്ചത് നാളെ റിവൈസ് ചെയ്തിട്ട് വേണം തുടങ്ങാൻ. അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്താലും മതി. ആദ്യം റിവിഷൻ, ഇപ്പോൾ ഒരു സെഷനായി 2ഉം 3ഉം പുതിയ ടോപ്പിക്സ് പഠിക്കുക. അപ്പൊ നമ്മളുടെ കറക്റ്റ് ആയി. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഒരു കറക്റ്റ് ചിട്ടയായ പ്ലാനിങ്ങും ആ പ്ലാനിങ് പ്രാവർത്തികമാക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായും ക്ലീ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കാം. ഇനി നമുക്ക് പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറും ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസും എങ്ങനെ ആയിരിക്കും എന്ന് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിന് പ്രത്യേകം ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നുമല്ല. കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആദ്യത്തെ 1 മുതൽ 60 വരെയുള്ള ചോദ്യങ്ങൾ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ ഈ ക്വസ്റ്റ്യൻസിന് ഒരു പാറ്റേൺ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പാറ്റേൺ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു വർഷം ചോദിക്കുന്ന പാറ്റേൺ അല്ല അടുത്ത വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കാണുന്നത്. നിങ്ങൾ തന്നെ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് നോക്കിയാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഈ 2023 1 to 20 ക്വസ്റ്റ്യൻസ് റീഡിംഗ് കോംപ്രിഹെൻഷൻ ആയിരുന്നെങ്കിൽ, ഇതൊരു എക്സാമ്പിൾ പറയുന്നതാണ്, റീഡിംഗ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിൽ 2024 വരുമ്പം ഈ 20 ക്വസ്റ്റ്യൻ എന്നുള്ളത് 5ഓ 10ഓ ആദ്യമോ എന്നുള്ളത് ഏറ്റവും ലാസ്റ്റോ ഒക്കെ വരാൻ സാധ്യത ഉണ്ട്. അങ്ങനെ ഡിഫറൻസ്, പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ഒരു സെറ്റ് മോഡൽ ഇല്ലെങ്കിലും ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ. ഏതൊക്കെ ടൈപ്പ് ചോദ്യങ്ങൾ വരും എന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ അറിയാം. ഏതൊക്കെ ടൈപ്പാണ് വരുന്നതെന്ന് ഒന്ന് നോക്കാം. സിനോണിംസ് ആൻഡ് ആന്റോണിംസ്, ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് വേർഡ്സ് വിത്ത് നിയറസ്റ്റ് മീനിങ് ടു ദ ഗിവൺ വേർഡ്. ഒരു വേർഡ് അവിടെ തന്നിരിക്കും,
അതിന്റെ നിയറസ്റ്റ് മീനിങ് വരുന്ന മറ്റൊരു വാക്ക് നമ്മൾ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ നിന്ന് ചൂസ് ചെയ്ത് എഴുതണം. ഓക്കെ. അതുപോലെ തന്നെ ആന്റണിംസ്, ഓപ്പോസിറ്റ്സ് ആണ്. ഫിൽ അപ്പ് യൂസിങ് എ വേർഡ് വിത്ത് നിയറസ്റ്റ് ഓപ്പോസിറ്റ്. ഓക്കെ, അങ്ങനെ ചോദിക്കും. പിന്നെ മറ്റൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓർ വൺ വേർഡ് ഓൾട്ടർനേറ്റീവ് എന്ന് ചോദിക്കും. ഒരു സെന്റൻസ് ഇങ്ങനെ തരും, ലൈക്ക് വൺ ഹൂ ക്യാൻ യൂസ് ബോത്ത് ഹാൻഡ്സ് ഈക്വലി. അതിനൊരു വൺ വേർഡ് പറയാമോ? ആംഫിഡെക്സ്ട്രസ്. ഓക്കെ, ആംഫിഡെക്സ്ട്രസ്. പിന്നെ വെജിറ്റേറിയൻ പ്രോഡക്ട്സ് മാത്രം യൂസ് ചെയ്യുന്ന ആളെന്ന് ചോദിച്ചാലോ? വേഗൻ. അങ്ങനത്തെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓർ വൺ വേർഡ് ഓൾട്ടർനേറ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ എല്ലാ വർഷവും കാണാറുണ്ട്. പിന്നെ ചോദിക്കുന്ന ഒരു കോമൺ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ്. ഫോർ എക്സാമ്പിൾ ലയൺസ് ചെയർ. ഇഡിയംസ് എന്ന് പറയുമ്പോൾ ഈ തന്നിരിക്കുന്ന വേർഡ്സിന്റെ യഥാർത്ഥ മീനിങ് എടുത്തു കഴിഞ്ഞാൽ, ലിറ്ററൽ മീനിങ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന മീനിങ് കിട്ടൂല. ലയൺസ് ഷെയർ എന്ന് പറഞ്ഞാൽ മേജർ പാർട്ട് എന്നാണ് അർത്ഥം. ആ രണ്ട് വാക്കുകളും കൂടെ കൂട്ടിച്ചേർത്താൽ നമുക്കൊന്നും മനസ്സിലാവൂല. യഥാർത്ഥ മീനിങ്ങുമായിട്ട് എൻറ്റയർലി ഡിഫറെന്റ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ മറ്റൊരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ റീഡിങ് കോംപ്രിഹെൻഷൻ. അതായത് ഒരു പാസേജ് തരും, അതിന്റെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസും തരും. അതിന്റെ ആൻസർ ഈ പാസേജിൽ ഉണ്ടാവും. നമ്മൾ അതിൽ നിന്ന് ഇൻഫർ ചെയ്ത് എഴുതേണ്ടി വരും. മറ്റൊരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ പാര ജംബിൾസ് ആണ്. ഒരു സെന്റൻസിനെ ഡിവൈഡ് ചെയ്ത് പാർട്സ് ആക്കി തന്നിരിക്കും. അത് നമ്മൾ കറക്റ്റ് ഓർഡറിൽ എടുത്ത് ആ ഓർഡർ ഏതാണ്, PQRS എന്നാണോ ഏതാണോ ഓർഡർ, ആ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് എടുത്തെഴുതും. ഓക്കെ. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സ്പോട്ട് ദ എറർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണും. ഏത് പാർട്ടിലാണ് മിസ്റ്റേക്ക്? ഈ സെന്റൻസിനെ ഡിവൈഡ് ചെയ്ത് 4 പാർട്ടാക്കി തന്നിരിക്കുകയും ചെയ്യും. ഇതിൽ ഏത് പാർട്ടിലാണ് മിസ്റ്റേക്ക് എന്ന് കണ്ടുപിടിക്കേണ്ടി വരും. മറ്റൊരെണ്ണം എന്ന് പറഞ്ഞാൽ സ്പെൽ ചെക്ക് ആണ്. കുറെ വേർഡ്സ് തന്നിരിക്കും. അതിൽ ചിലത് കറക്റ്റ് ആയിട്ടുള്ളതായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്, ചിലപ്പോൾ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ചോദിക്കും. കറക്റ്റ് ആയിട്ടുള്ള വേർഡ് ആണ് ചോദിക്കുന്നതെങ്കിൽ അതിന്റെ ഓപ്ഷൻ എഴുതുക. ഇൻകറക്റ്റ് ആയിട്ടുള്ളതാണെങ്കിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഏതാണെന്ന് കണ്ടുപിടിച്ച് എഴുതുക. ഇത്രയും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇനി ഏതൊക്കെ ഗ്രാമർ ടോപ്പിക്സ് ആണ് നാം നോക്കേണ്ടതെന്ന് നോക്കാം. അത് ടെൻസ് നോക്കണം, ആക്റ്റീവ് ടു പാസീവ് വോയിസ് നോക്കണം, ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് നോക്കണം, ടാഗ് ക്വസ്റ്റ്യൻസ് നോക്കണം, ആർട്ടിക്കിൾസ് നോക്കണം, കണ്ടീഷണൽസ് നോക്കണം. ഇത്രയാണ് ജനറലി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ളത്. ടെൻസ് എന്ന് പറഞ്ഞാൽ ജനറലി നമ്മൾ വേറെ ഏത് പഠിക്കണമെങ്കിലും ടെൻസ് അറിഞ്ഞിരുന്നാൽ പറ്റുള്ളൂ. ആക്റ്റീവ് ടു പാസീവ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. ചിലപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്പോട്ട് ദ എറർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതിൽ തെറ്റായിട്ടുള്ള ആൻസറും കറക്റ്റ് ആയിട്ടുള്ള ആൻസറും തന്നിരിക്കും. അതിൽ ഏതാണ് എന്ന് നമ്മൾ എടുത്തെഴുതണം. ചിലപ്പോൾ ഈ തന്നിരിക്കുന്ന സെന്റൻസിനെ ഡിവൈഡ് ചെയ്ത് കുറെ പാർട്സ് ആക്കി തന്നിരിക്കും. അതിൽ ഏത് പാർട്ടിലാണ് മിസ്റ്റേക്ക് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. കറക്റ്റ് ഫോം പാസീവിൽ വരുമ്പോൾ ആ ഫോം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അവിടെ സ്പോട്ട് ചെയ്യാൻ പറ്റൂ, എറർ എവിടെയാണെന്നുള്ള സ്പോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ് സ്പീച്ച് ചിലപ്പോൾ ഈ സ്പോട്ട് ദ എററിൽ വരാറുണ്ട്. ചിലപ്പോൾ ഡയറക്റ്റ്ലി തന്നെ ചോദിക്കും. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ചേഞ്ച് ഇൻറ്റു ഇൻഡയറക്റ്റ് സ്പീച്ച് എന്നിട്ട് കുറേ ഓപ്ഷൻസ് തന്നിരിക്കും. അതിൽ കറക്റ്റ് ഓപ്ഷൻ ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്യണം. പിന്നെ ടാഗ് ക്വസ്റ്റ്യൻസ്. ടാഗ് ക്വസ്റ്റ്യൻസിലും സെയിം ഇതാണ്. സ്പോട്ട് ദ എറർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ ഇത് തന്നിരിക്കും. അപ്പൊ ടാഗ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ചിലപ്പോൾ തെറ്റായിരിക്കും. അങ്ങനെയാണെങ്കിൽ ശരിയായിട്ടുള്ളത് ഏതാണെന്ന് കണ്ടുപിടിക്കണം. പിന്നെ ആർട്ടിക്കിൾസ് ഈ സ്പോട്ട് ദ എററിൽ കാണാറുണ്ട്. കണ്ടീഷണൽസ് ഇഫ് വെച്ചിട്ടുള്ള 3 ടൈപ്സ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഈ എക്സാമിൽ 1 to 60 ക്വസ്റ്റ്യൻസിൽ ഒരു 50 എബവ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഉറപ്പായിട്ടും. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയും വേണം, പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുകയും വേണം. പിന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാം. ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നവർക്കായിരിക്കും ഇഷ്ടപ്പെട്ട കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷും കൂടെ കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സ്കോർ
കുറച്ചും കൂടെ ഹയർ ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇഷ്ടപ്പെട്ട കോളേജിൽ നമുക്കൊരു LLBക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്യും. ഓക്കെ. അപ്പം നമുക്ക് ഇങ്ങനെ പഠിക്കണമെന്നൊക്കെ സെറ്റ് ചെയ്ത് ഇരിക്കുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് ഒന്നേ അസുഖം അല്ലെങ്കിൽ പനി, അങ്ങനെ പല പല പ്രശ്നങ്ങൾ, ഉറക്കം, ഇതൊക്കെ നമ്മൾ എല്ലാവരുടെയും ലൈഫിലുള്ള കാര്യങ്ങളാണ്. ഞാനും എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്തിരിക്കണമെന്ന് വിചാരിക്കുമ്പോൾ ഒന്നേ ഗസ്റ്റ് വരും, അല്ലെങ്കിൽ അന്ന് ഭയങ്കര ക്ഷീണം. ഇന്ന് പഠിക്കണമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നാളെ ആവട്ടെ, ഇന്ന് ഇച്ചിരി ക്ഷീണമല്ലേ എന്നൊക്കെ നാം വിചാരിക്കാറുണ്ട്. അങ്ങനെയൊക്കെ വിചാരിച്ച സമയത്ത് എന്നെ ആശ്വസിപ്പിച്ച ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം വളരെ പെട്ടെന്ന്. അതായത് ദർ ഇസ് നോ ഷെയ്ഡ് ട്രീസ് ഓൺ ദ വേ ടു സക്സസ്. നമുക്ക് എപ്പോഴും ക്ഷീണം വരും. പിന്നെ പഠിക്കാനിരിക്കുമ്പോൾ അതുമല്ല, പഠിത്തം എന്ന് പറയുന്നത് ടയർസം ജോബാണ്. ബ്രെയിനൊക്കെ പെട്ടെന്ന് റെസ്റ്റ് ചെയ്യണമെന്ന് തോന്നും. പെട്ടെന്ന് എക്സോസ്റ്റഡ് ആയി. അപ്പൊ നമ്മൾ വിചാരിക്കേണ്ടത്, നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വിചാരിക്കണം, ദർ ഇസ് നോ ഷെയ്ഡ് ട്രീസ് ഓൺ ദ വേ ടു സക്സസ്. നമുക്കൊരു സക്സീഡ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സമയം കുറച്ചേ പറ്റൂ. നല്ല ഫുഡ് കഴിക്കുക. ഇങ്ങനെ ഇടയ്ക്ക് ആവശ്യത്തിന് ഉറങ്ങണം. ആവശ്യമില്ലാത്ത സമയത്ത് നമുക്ക് ഉറക്കം വരും. ആ സിറ്റുവേഷനിലുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഇങ്ങനെ ഓർക്കുക, ദർ ഇസ് നോ ഷെയ്ഡ് ട്രീസ് ഓൺ ദ വേ സക്സസ്. ഫുഡ് കഴിക്കുക, നല്ല ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുക. ഡ്രിങ്ക്സ് ഇൻ ദ സെൻസ് ജ്യൂസ് ഒക്കെ കുടിക്കുക. പാല് കുടിക്കുന്നുള്ളവർ പാല് കുടിക്കുക. അങ്ങനെ നല്ല ഫുഡൊക്കെ കഴിച്ച്, ഹെൽത്തി ഫുഡ്, ഹോട്ടൽ ഫുഡ് അവോയ്ഡ് ചെയ്ത് വീട്ടിൽ കുക്ക് ചെയ്ത് തരുന്ന ഫുഡൊക്കെ കഴിച്ച് റെഡി ആയിട്ടിരിക്കുക. പിന്നെ നമുക്ക് ചില സാഹചര്യങ്ങളിലൊക്കെ മാനസികമായിട്ടൊക്കെ വിഷമം ഉണ്ടാവും. നമ്മൾ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് എപ്പോഴും പഠിച്ച് അങ്ങനെ വിഷമം, ഡിപ്രഷൻ പോലെയൊക്കെ വരും. ആ സമയത്ത് നമ്മൾ ഓർക്കേണ്ടത്, ഇഫ് ഗോഡ് ഈസ് വിത്ത് മീ ഹൂ ക്യാൻ ബി അഗെയിൻസ്റ്റ് മീ. ആരൊക്കെ അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഞാൻ എന്ത് ചെയ്യും, ഈ എക്സാം ക്രാക്ക് ചെയ്യും. ബിക്കോസ് ഗോഡ് ഈസ് വിത്ത് മീ. വാട്ട് ഈസ് ഇമ്പോസിബിൾ വിത്ത് മാൻ ഈസ് പോസിബിൾ വിത്ത് ഗോഡ്. ആ ഒരു കാര്യം ഇങ്ങനെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. പിന്നെ വാട്ട് ടൈം ഐ എം അഫ്രൈഡ് ഐ വിൽ ട്രസ്റ്റ് ഇൻ ഗോഡ്. നമുക്ക് എപ്പോഴും പേടി വരും. എക്സാം വരുമ്പോൾ ഇങ്ങനെ പടപടപടയെന്ന് നമ്മളെ ഹാർട്ട് ബീറ്റ് ചെയ്യും. ആ സമയത്ത് ഓർക്കേണ്ടത്, വാട്ട് ടൈം ഐ എം അഫ്രൈഡ് ഐ വിൽ ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ മതി. ഇനി ഒരുപാട് എക്സ്പ്ലനേഷൻ ഒന്നും തരേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. അതും ഒരു ടൈം വേസ്റ്റ് ആണല്ലോ. ടൈം വെറുതെ കളയണ്ട. നമുക്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു പ്ലേലിസ്റ്റിന്റെ ലിങ്കും, ടെൻസ്, ഇന്ന് പഠിക്കേണ്ട ടോപ്പിക്സ് ടെൻസ് പഠിക്കണം, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, അത് രണ്ടും നോക്കുക. അത് രണ്ടും നോക്കുമ്പോൾ തന്നെ 1 hour ഒക്കെ ആവും. 2-3 എക്സാമ്പിൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ടെൻസിന്റെ വീഡിയോയും, ടെൻസിൽ സിമ്പിൾ പ്രസന്റ് ആണ് നിങ്ങൾ കാണേണ്ടത്. ആദ്യത്തെ ദിവസം സിമ്പിൾ പ്രസന്റ് ആണ്. ഓക്കെ. ഹൗ ടു റൈറ്റ് എ സെന്റൻസ് ഇൻ സിമ്പിൾ പ്രസന്റ് ടെൻസ്, അത് കാണുക. അത് കണ്ടതിന് ശേഷം ഇഡിയംസ് ആൻഡ് ഫ്രേസസ് പഠിക്കുക. ഇത് വീഡിയോ കണ്ടാൽ മാത്രം പോരാ, അത് നോട്ട് ഡൗൺ ചെയ്ത് നോട്ടിൽ കീപ്പ് ചെയ്യുക. എന്നിട്ട് ഈ സെയിം ടോപ്പിക്സ് പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടോ എന്ന് നോക്കി അത് വർക്കൗട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ചുകൂടെ കഴിഞ്ഞ് നോക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴേ നോക്കി ഹാർട്ട് അറ്റാക്ക് ഒന്നും വരുത്തി വെക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇന്ന് നോക്കേണ്ട ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. ബെസ്റ്റ് വിഷസ് ആൻഡ് പ്രേയേഴ്സ് ഫോർ യുവർ സ്റ്റഡീസ്. ബൈ.